നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുക, ബന്ധുജനങ്ങൾക്കൊപ്പം കഴിയാൻ അവസരം ലഭിക്കുക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, അനുഭവിച്ചുകൊണ്ടിരുന്ന അരിഷ്ടതകളിൽ നിന്ന് വിടുതലുണ്ടാവുക മുതലായ അനുഭവങ്ങളായിരിക്കും പ്രധാനമായും ഉണ്ടാകുന്നത്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. തൊഴിൽപരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അടുത്ത് കഴിഞ്ഞിരുന്ന ചില ബന്ധുക്കളെങ്കിലും തൊഴിൽപരമായോ മറ്റോ ദൂരസ്ഥലത്തേക്ക് പോകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹൃതമാകും. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥത കൈവരിക്കുന്ന കാലമാണ്. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. ഭവനം നവീകരിക്കൽ, ഭവനം മോടി പിടിപ്പിക്കൽ, വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ എന്നിവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഇവർ ദോഷശമനത്തിനായിട്ട് മഹാവിഷ്ണുവിനെയാണ് ഭജിക്കേണ്ടത്. മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുക. അതിന് സാധിക്കാത്തവർ വീട്ടിൽ തന്നെ ഇരുന്നാണെങ്കിലും ദ്വാദശാക്ഷര ഗോപാലം എന്ന ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നിത്യേന ജപിക്കുക. മഹാവിഷ്ണുവിൻ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ തുളസിമാല ചാർത്തിച്ച്, നെയ്വിളക്ക് കത്തിച്ച്, പാൽപ്പായസ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുക മുതലായവ വളരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്.